എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒരു വാർത്തയിലേക്ക് പോകാം. ആ വാർത്ത കേട്ടതിന് ശേഷം അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 14-കാരിയിൽ നിന്ന് 5.5 പവന്റെ സ്വർണം തട്ടിയെടുത്ത 21-കാരൻ പിടിയിൽ. മലപ്പുറം പൊന്നാനി ചമ്രവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. സമാന കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ തട്ടിപ്പ്. കഴിഞ്ഞ ജൂലൈ 5-നായിരുന്നു പെൺകുട്ടിയിൽ നിന്ന് സ്വർണമാല വാങ്ങി പ്രതി മുങ്ങിയത്. അപ്പോൾ ഇതാണ് വാർത്തയെന്ന് പറയുന്നത്. അതായത് മലപ്പുറം പൊന്നാനി ചമ്രമട്ടത്തുള്ള മുഹമ്മദ് അജ്മൽ എന്ന് പറയുന്ന 21-കാരനാണ് കേസിലെ പ്രതി എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ അതായത് 14 വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 5.5 പവന്റെ സ്വർണം കൈക്കലാക്കി എന്ന കേസിനാണ് ഈ പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ കൂടി കാണാം. കാണട്ടതില്ലേ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കേരള പോലീസ് ഈ ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു ചെക്കനെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത്. ഈ പയ്യനെന്ന് പറയുന്നത് ഇപ്പോൾ തൊട്ടു മുമ്പ് തന്നെ മറ്റൊരു കേസിൽ പ്രതിയായിട്ടുള്ളതായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ആയിരിക്കും. പക്ഷെ അത് എന്താണെന്നൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകർ പറയുന്നില്ല. അപ്പോൾ എന്ത് കേസിലാണെങ്കിലും ഈ പുള്ളിക്കാരൻ അറസ്റ്റിലായിരുന്നു. പിന്നീട് ഇപ്പൊ പുറത്തു വന്നതിന് ശേഷമാണ് 14-കാരിയെ സ്വാധീനിച്ചിട്ട് 5.5 പവനുള്ള സ്വർണം പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കി. അതിന്റെ പേരിലാണ് ഈ പുള്ളിക്കാരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഈ ചെക്കൻ 10 പേരെ കൊന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെയെങ്കിലും കൊന്നിട്ടോ അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് ആരെയെങ്കിലും ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതെന്ന് തോന്നും. അത്രയ്ക്ക് മ്ലേച്ഛമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തില് നമ്മൾ കാണാറുണ്ട്, ഗോവിന്ദച്ചാമി ഉൾപ്പെടെ ഒരുപാട് പ്രതികളെ കൊണ്ടുപോകുന്നത് നമ്മൾ ദിവസവും വാർത്താ ചാനലുകളിലൂടെ കാണുകയാണ്. ഒരുപാട് കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്നത് വരെ നമ്മൾ ചാനലുകളിലൂടെ ഇങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് ഇത്രയും, ശരിക്കും അവൻ 18 വയസ്സ് പൂർത്തിയായി, അവൻ പ്രായപൂർത്തിയായി. എന്തൊക്കെ പറഞ്ഞാലും അവന് പ്രായം എന്ന് പറഞ്ഞാൽ വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ ആ ഒരു പയ്യന്റെ ഷർട്ടിന്റെ കോളറിൽ ബാക്കിൽ പിടിച്ച് അവന്റെ ശിരസ്, അതായത് തല ഇങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുക്കുന്നു. നിന്റെ മുഖം എല്ലാവരും കാണട്ടടാ, നീ തലയൊന്ന് ഉയർത്തി നിൽക്കുക, നിന്നെ എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തുവാ ഇത്രയ്ക്ക് വിവരമില്ലേ ഇവർക്കൊന്നും? ശരിക്കും നമ്മുടെ ഈ സമൂഹത്തില് ഒരു കുറ്റവാളി പോലും ഉണ്ടാകാതിരിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തരും ഒരുപാട് പുതിയ കുറ്റവാളികളെ വാർത്തെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ചെറുക്കനെ മുഖം പിടിച്ച് ഉയർത്തി കാണിക്കാനായിട്ട് ആ നിന്ന പോലീസുകാർക്ക് എന്തൊരു ഉത്സാഹമാണെന്ന് നോക്കൂ. നമ്മൾ എന്നാൽ പലപ്പോഴും കാണുന്നതാണ്, കൊടും കുറ്റവാളികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ മുഖം മറച്ചാണ് കൊണ്ടുപോകുന്നത്. ഒന്നുകിൽ ഒരു കീസോ മറ്റോ ഇട്ട് മുഖം മറയ്ക്കും, അല്ലെങ്കിൽ കൈലേസ് എന്തെങ്കിലും കൊടുക്കും മുഖം മറയ്ക്കാനായിട്ട്. വളരെയധികം മനോഹരമായിട്ട് മുഖം മറച്ചാണ് കൊടും കുറ്റവാളികളെയൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പല പ്രതികളെയും കൊണ്ടുപോകണമെന്ന് നമ്മൾ കാണാറുണ്ട്. പോലീസുകാർ കൊണ്ടുപോകുന്ന ഒരു രീതി, അവർ മുഖമൊക്കെ മറച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഒരു ചെക്കന്റെ ഷർട്ടിന്റെ ബാക്കിൽ പിടിച്ചിട്ട് തല ഉയർത്തി വെച്ചിട്ട്, പയ്യനാണെങ്കിൽ മുഖം ഇങ്ങനെ കുനിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ പയ്യനോട് പറയണേ, എടാ നീ മുഖം ഒന്ന് ഉയർത്തി വെക്കടാ, നിന്നെ എല്ലാവരും കാണട്ടെ എന്ന്. ഇങ്ങനെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കമന്റുകളാണ്. ശരിക്കും
ജനങ്ങൾക്ക് പോലും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ജനങ്ങൾ ഇതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ഈ ഒരു കുട്ടിയെ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഇവൻ ഇങ്ങനെ ഒരു കള്ളനാണ് അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരനാണ് എന്നും പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ നാളെ ഒരു സമയം പിന്നീട് ആ ഒരു കുട്ടിയെ ആരും സമൂഹത്തിൽ അടുപ്പിക്കത്തില്ല. പിന്നെ ഇവൻ ഇപ്പോൾ ചെയ്ത തെറ്റായിരിക്കില്ല പിന്നെ വീണ്ടും തുടർന്ന് ചെയ്യുന്നത്. അവൻ വലിയൊരു ക്രിമിനൽ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം സമൂഹത്തിൽ ആരും പിന്നെ അവനെ അടുപ്പിക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവന്റെ ഭാഗത്ത് നിന്നും ആ ഒരു പെണ്ണ് 14 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നു. ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലല്ലേ ശരിക്കും തെറ്റ്? രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷെ ആ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തതോ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്തതോ ഒന്നും അല്ല ഈ 5.5 പവന്റെ ഓർണമെന്റ്സ് എന്ന് പറയുന്നത്. അത് ആ ഒരു പെണ്ണ് ഒരുപക്ഷെ കട്ടോണ്ട് വന്ന് കൊടുത്തതായിരിക്കും സ്വന്തം വീട്ടിൽ നിന്ന്. സ്വന്തം വീട്ടിലിരുന്ന ഗോൾഡ് ആരും അറിയാതെ എടുത്തോണ്ട് വന്ന് ഈ പയ്യന് കൊടുത്തതാവാം. അല്ലെങ്കിൽ ഇനി ആ കുട്ടിയുടെ തന്നെ സ്വന്തം ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാണോ എന്നും അറിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പ്രത്യേകം പറയുന്നുണ്ട്, വാർത്തകളിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, ആ ഒരു 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ പയ്യന് കൊടുത്തതാണ് ഈ ഗോൾഡ് എന്ന്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു പെണ്ണ് ചെയ്തത് തെറ്റല്ലേ? വീട്ടുകാരും ആരുടെയും ചോദിക്കാണ്ട് ഈ ഒരു പയ്യന് ഈ ഗോൾഡ് എടുത്ത് കൊടുത്തവർക്ക് ഒരു തെറ്റുമില്ലേ? അത് മേടിച്ചുകൊണ്ട് പോയ ആളിന് മാത്രമേ ഉള്ളൂ തെറ്റ്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയണം, അല്ലേ? രണ്ടുപേരും, അതായത് ഈ പയ്യനും തെറ്റ് ചെയ്തിട്ടുണ്ട്, തുല്യമായ തെറ്റ് ആ ഒരു പെൺകുട്ടിയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ പയ്യനും ആ ഒരു പെൺകുട്ടിയും തമ്മിൽ ഒരു അടുപ്പം ഉണ്ടായിരുന്നിരിക്കണം. അതല്ലെങ്കിൽ വെറുതെ വന്ന് വഴിയെ പോകുന്ന ഒരു ചെക്കൻ വന്നിട്ട് എനിക്ക് 5.5 പവന്റെ സ്വർണം വേണമെന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്വർണം വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി കൊടുക്കുമോ? അപ്പൊ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എത്ര മോശമായിട്ടാണ് അവരുടെ മാതാപിതാക്കൾ വളർത്തി വെച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വീട്ടുകാരുടെ അടുത്ത് പോലും ചോദിക്കാണ്ട് ആരും ചെവി അറിയാതെ ഈ പയ്യന് ഇത്രയും പവന്റെ സ്വർണം ഊരി കൊടുക്കണമെങ്കിൽ ആ പെൺകുട്ടിയും ഒട്ടും മോശമല്ല, നല്ല തൻ്റെടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഈ ഒരു പയ്യനെ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആര് ചെയ്താലും പറഞ്ഞാലും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ പയ്യൻ 21 വയസ്സ് പ്രായപൂർത്തിയായ ഈ ഒരു പയ്യൻ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയാതെ പെൺകുട്ടി ഗോൾഡ് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പെൺകുട്ടിയെ സ്വാധീനിച്ച് ഗോൾഡ് ചോദിച്ചു, പെൺകുട്ടി കൊടുത്തതാവാം, അത് മേടിച്ചോണ്ട് പോയി, തെറ്റ് തന്നെയാണ്. അതിന്റെ പേരിൽ ഈ പയ്യൻ തെറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായും പയ്യനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. പക്ഷേ എന്തിനാണ് മാധ്യമങ്ങളെയൊക്കെ അവിടെ ചുമന്നിറക്കിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ഒരു പയ്യനെ മുഖം പിടിച്ച് കാണിച്ചിട്ട് നിന്നെ എല്ലാവരും കാണട്ടെ, നിന്റെ മുഖം ഒന്ന് ഉയർത്തി വെക്കടാ, എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് അത്രയും ധാർഷ്ട്യത്തോടു കൂടി ഈ കുട്ടിയുടെ മുഖം എന്തിനാണ് ഈ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിന് ശരിക്കും ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും നിങ്ങൾ ഇത്രയും ആർജവം കാണിക്കേണ്ടത് ഇതുപോലെയുള്ള ചെറിയ കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്തല്ല, കൊടും കുറ്റവാളികളെയും ക്രിമിനലുകളെയും കൊണ്ടുപോകുമ്പോൾ മുഖം മറച്ച് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ? ഈ ഒരു കൊച്ചു കുട്ടിയുടെ മുഖം ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചിട്ട് ആ കുട്ടിയെ സമൂഹത്തിന്റെ മുന്നിൽ എന്നേക്കുമായിട്ട് ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റുന്ന ആ ഒരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ നിലപാടുകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.